അതാ പറഞ്ഞേ പറയേണ്ടോടത്തല്ലേ പറയുള്ളൂ. പറയേണ്ടാണ്ടോടത്ത് പറയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ സമയമല്ല. സംസാരിക്കണ രീതി തുറന്ന് സംസാരിക്കണം. മഴക്കാലമാണ്, അങ്ങനെ വിളിച്ചു വരുത്തണ രീതിയില്ല. നിങ്ങൾ മാറില്ല. നിങ്ങൾ ഈ മെസ്സേജ് പാസ് ചെയ്യൂല. പാസ് ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആദ്യം നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയണ പോലെ ആ മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യില്ല, ഷെയർ ചെയ്യണം. ഈ പാസ് ലോകമെമ്പാടും അല്ലെങ്കിൽ ഇവിടെ അടുത്തടുത്തുള്ള പ്രീസ്റ്റുകൾ, ആവശ്യമില്ലാത്ത പ്രീസ്റ്റുകൾക്ക് ഷെയർ ചെയ്ത്, വെണ്ടൂരായാലും മുളയരി ആയാലും നെല്ലിക്കുന്നായാലും എവിടെയാണെങ്കിലും ആവശ്യമുള്ള പ്രീസ്റ്റിന് ഞാൻ അവരുടെ നമ്പറിലോട്ട് വാട്സാപ്പിൽ അയക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ വരണം. ഞാനിവിടെ 7th ഡേയിലാണ് പഠിച്ചത്. 888 എന്ന് വരണം ഇത് മാഞ്ഞു പോണ രീതി. അത് വന്നത് 12 വയസ്സ് തികയുമ്പോൾ 2000-ൽ 3rd സ്റ്റാൻഡേർഡിൽ നിന്ന് 2nd സ്റ്റാൻഡേർഡിൽ ചേർന്ന്, 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ചേർന്ന്, നാനയുടെ ബർത്ത് ഇയർ 1932, ബർത്ത് ഡേറ്റ് 23 എന്ന രീതിയിൽ. പപ്പയുടെ മൂത്തൊരു അനിയനും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് മാർച്ച് 10th കസിൻ, 10th ഏരിയ ലാസ്റ്റ് കസിൻ മാർച്ച് 14, 235യുടെ വാല്യൂ 3.14 എന്ന രീതിയിൽ 65 വയസ്സിൽ കിട്ടുന്നത് 90 വയസ്സായിട്ട് പനി പിടിച്ച് വിറങ്ങലിച്ച് ചാവണ പോലെയല്ല. എന്നിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് കുർബാന വിലയില്ലാണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. ഇപ്പോഴാണ് ഒരു ദിവസം, പണ്ടൊക്കെ 30 വർഷം മുമ്പ് ഒരു ദിവസം ഒരു കുർബാന ഉണ്ടാവുള്ളൂ. 3 വെച്ചാണ് എല്ലാ ദിവസവും, എല്ലാ സൺഡേ സാറ്റർഡേ 5 വെച്ച്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ വിലയില്ലാണ്ട് ചെയ്യേണ്ടതെന്ന് പറയണം. ഈശോ പറയൂ, ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഇനിയും ഞാൻ ഒരു കുർബാന അർപ്പിക്കാം, സാക്രിഫൈസ് ചെയ്യാം. അങ്ങനെയാണ് 100,000 വട്ടം കുരിശിൽ തൂങ്ങി മരിച്ചതിന് ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം കുരിശിൽ തൂങ്ങി മരിച്ചതിന് വില ഉണ്ടാക്കാനായിട്ടാണ് ഉള്ളി സാക്രിഫൈസ്, ഉള്ളി മധ്യസ്ഥൻ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മഹാപുരോഹിതൻ. അതുകൊണ്ട് വിശുദ്ധരെ പ്രാർത്ഥിക്കാൻ പാടില്ല, വിശുദ്ധർ മരിച്ചവരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയാണ് ജീവനില്ലാത്ത പ്രതിമകളും എല്ലാം ആരാധിക്കണ മാതൃക ഈശോ കാണിച്ചതിന്. അത് കാണിച്ചില്ല. പ്രതിമകളെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ജൽപ്പനയും ജപമാലയും യഹോവയ്ക്ക് അരോചക എന്ന് പറയണത് ദേഷ്യമല്ല. അതുപോലെ സ്ത്രീന്ന് കടിഞ്ഞൂൽ ഇതെന്ന് ജനിച്ചിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. കടിഞ്ഞൂല് കന്യകയെന്ന് ജനിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. കുറേ വൃദ്ധയായിട്ട് കുറേ മക്കളുണ്ടായി കഴിഞ്ഞിട്ടല്ല ഉണ്ടായിക്കണമെന്നാണ് സൂചന കൊടുക്കണത്. അപ്പോൾ കന്യകയെന്ന് ജനിച്ച് റോമൻസിനുണ്ടായതാണ്. എന്താണെങ്കിലും വേറെ ഒരു ബിൽഡിംഗ് ആക്സെപ്റ്റ് ചെയ്യാത്തപ്പോൾ യോസെഫ് ആക്സെപ്റ്റ് ചെയ്തു. വിശ്വാസത്തിൻ്റെ കാലം, ഈജിപ്ഷ്യസിൻ്റെ കാലത്തിൽ അടിമത്തത്തിൽ വിറങ്ങലിച്ച് 1,00,000 പേര് ഇങ്ങനെ കൂട്ടത്തോടെ വിറങ്ങലിച്ച് കുളിക്കാണ്ട് അടിമപ്പണി ചെയ്ത പോലെയല്ല, വീടും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്, മാർക്കറ്റും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ, കൃപയുടെ പേരിൽ നിൻ്റെ ഹിതം എൻ്റെ പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ മറിയത്തെ ഉപേക്ഷിക്കാതെ ആക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ മക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മക്കൾ പറയും, ഈ 30 വയസ്സ് ഇപ്പോൾ യേശുപിതാവൊക്കെ മരിച്ചു, ഇനി പുറത്തേക്ക് ഇറങ്ങും, 30 വയസ്സ് കഴിഞ്ഞ് ബാപ്റ്റിസം ചെയ്തിട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ മുങ്ങി നിവർ തന്നെ വേണം. അതാണ് മാതൃക. അല്ലാണ്ട് ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിക്കുന്നതും അതൊന്നും കുമ്മുട്ടി കോഹൻലാൽ ചെയ്യണ പോലെ, കുഞ്ചുവാര്യർ ചെയ്യണ പോലെ ചെയ്തിട്ടുള്ളത്. അവർ പാതിരി വേഷം കെട്ടി വളഞ്ഞ മോന്ത വെച്ച് ഇൻ്റർവ്യൂ കൊടുക്കണവരാണ്. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ 120 വർഷം മാത്രം പഴക്കമുള്ളതിന് മുന്നിൽ പ്രൂഫായിട്ട് ജീവനകത്ത് വിഗ്രഹങ്ങളെയും പ്രതിമകളെയും തലയിൽ കയറ്റി വെച്ച്, ഉടഞ്ഞാലും അത് മുമ്പ് തലയിൽ കയറ്റി വെച്ച് അതിനെ ആരാധിച്ചും, തലയ്ക്ക് വിവരമില്ലാത്ത സെൻസില്ലാത്ത ജീവനില്ലാത്തതിനെ വെട്ടിത്തതിനെ ആരാധിച്ച് നടക്കണവർ. മുങ്ങി നിവരണം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് വയനാട് ഉണ്ടായ പോലെ ഉണ്ടാവും. കല്ലും പാറക്കല്ലും എല്ലാം വെള്ളം കുമിഞ്ഞ് കൂടി പീസായി ചത്ത് പേരും വിവരമില്ലാണ്ട് കുഴിച്ചിടേണ്ടി വരും, ഹാരിസൺസ് വാലിയിൽ കുഴിച്ചിട്ട പോലെ. അപ്പോൾ അതും മുഖത്ത് നോക്കി കൊച്ചന്മാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ, അവരുടെ മുഖം പാട് കണ്ടറിയാം. വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് ആകെ ഇല്ലാണ്ടാക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ അത് വേണ്ട. അപ്പോൾ 3x8 3x24 നാനിയുടെ മമ്മിയുടെ ബർത്ത്ഡേ, ഡാഡിയുടെ മമ്മിയുടെ ബർത്ത്ഡേ, റോസി 2000 ഉണ്ടായ പോലെ തന്നെ 12 വയസ്സ് തികയുമ്പോൾ 1+2 3 എന്ന പോലെ 5/75 ഞാൻ ജനിച്ചത് രാത്രി 88. അതുപോലെ തന്നെ 2000 1+2 3 എന്ന പോലെ ആ രീതിയിൽ തന്നെ 12 കിട്ടുന്നത് 2000-ൽ 3. അപ്പോൾ 2x4 8 2x4 8 2x4 8 8 8 നിലനിൽക്കുന്നുണ്ട് മാർച്ച് മാസം തൊട്ടും.
അപ്പോൾ അതാ നിൽക്കേണ്ടത്. പോപ്പ് ജോൺ പോൾ ടു മരിക്കുമ്പോഴും 84 വയസ്സിൽ 2005, അതുപോലെ 2004 കഴിഞ്ഞ് സുനാമി കഴിഞ്ഞ്, അതുപോലെ തന്നെ കോപ്പ് നാന മരിക്കുമ്പോൾ 2016 അത് പറഞ്ഞു 28 വയസ്സ് തികയാണ് 2 ഓഗസ്റ്റിൽ. 2016 1+6 7 4 സമയം 74 28 ഇൻറ്റു 3 84 വയസ്സിൽ. അല്ല 2020 കൊറോണ ഉണ്ടായ സമയത്തും 88 84 ആ രീതിയിൽ തന്നെയാണ്. 32 വയസ്സ് തികയുമ്പോൾ 16 × 2 ആ 2888 അഡിഷൻ കൂടെ 4 × 8 32 എന്ന രീതിയിൽ വയസ്സിനനുസരിച്ച് കിട്ടുന്നത്. 33 വയസ്സ് കഴിഞ്ഞിട്ട് ആ 1932 നാന ജനിച്ച ഇയറും നാന ജനിച്ച ഡേറ്റും 23 മായി കഴിഞ്ഞ് താഹേനെ കാണുന്നതും അത് വെടിജോലി നിർത്തേണ്ട സമയമായി 9/9/21 റിസൈൻ ചെയ്തു. രാജസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊക്കെ പറയുന്നത് ആ രീതിയിലാണ്. അപ്പോൾ വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. കുർബാനയിലും സാക്രിഫൈസ് ചെയ്യും. ഓരോരോ സാക്രിഫൈസ് ചെയ്ത് ആ രീതിയിൽ കാണാം. ജീവിച്ചിരിക്കുമ്പോഴാണ് തമ്മിൽ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? തമ്മിൽ പ്രാർത്ഥിക്കേണ്ടതും തമ്മിൽ സ്നേഹിക്കേണ്ടതും സദ്വചനങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. അവിടെ വിഡ്ഢിത്തം പകർന്നു കൊടുക്കുന്നില്ല. ശോഷിച്ച അവസ്ഥയിൽ നീങ്ങുന്നതല്ല പ്രാർത്ഥന. ജീവനില്ലാത്ത പ്രതിമകളെയും ആരാധിച്ച് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് കുർബാന ചെയ്തിട്ട് ഈ വിശുദ്ധരെയും ചന്ദനത്തിരി കത്തിച്ച് അവർക്ക് എന്തെങ്കിലും കൊള്ളൂ യേശു? അവർ ജീവനില്ലാത്ത മൃഗങ്ങളെയും ആരാധിച്ച് മഞ്ഞൾ പൊടി അവരുടെ മുകളിൽ കുമിഞ്ഞിട്ടിട്ട് കണ്ണ് കാണാണ്ടാണ് ഓടി നടക്കുന്നത്. വെഡ്ഡികൾ അവരുടെ പിന്നിൽ ഓടി നടക്കുന്നത്. ആനകൾക്കും കുതിരകൾക്കും എലികൾക്കും എല്ലാം മഞ്ഞൾ പൊടി ഓടിക്കേണ്ടത്. അപ്പോൾ പ്രതിമകൾക്കും ജീവനില്ലാത്ത പ്രതിമകൾക്ക് ജൽപ്പനും ജപമാലയും ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുക? അത് അരോചകമാണ്. ദേഷ്യം എന്നല്ല പറയണം. കിട്ടേണ്ട സമയത്ത് ഞങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങുന്നു. അരുന്ന് കൂട്ടി വാങ്ങാനുള്ള ഇത്ര നിർബന്ധമുള്ളവർ ഷാഠ്യബുദ്ധിയും ദുർഷാഠ്യബുദ്ധി വിഡ്ഢിധാർഷ്ട്യമുള്ളവരെ വിഡ്ഢികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കേട്ടിട്ടുണ്ട് പണ്ട് മുക്കിലും മൂലയിലുണ്ടെന്ന്. ഇപ്പം മനസ്സിലുണ്ട് ഇവിടെയൊക്കെ കിടക്കണേന്ന് വിഡ്ഢികൾ. മനസ്സിലാക്കാൻ പഠിക്കുക എന്താണെന്ന് വ്യത്യാസം. അതുപോലെ തന്നെ ഈ ട്രീറ്റി മുങ്ങി നിവരേണ്ടതും വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ജീവനില്ലാത്ത പ്രതിമകളും മധ്യസ്ഥന്മാരും ഉണ്ടാക്കിയ പ്രതിമകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് സമയം കാലത്തിനനുസരിച്ച് ലേറ്റസ്റ്റ് പോപ്പ് ചത്ത പോലെ ചാവുന്നത്. 24 ഏപ്രിൽ ഞാൻ ഫാമിലി ബാപ്റ്റിസം മുങ്ങി നിവർന്ന സമയത്ത് 21+4 25 88 വയസ്സിൽ 2666 പോപ്പ്. 2666 എന്ന സമയമല്ല കാണിക്കണം, 2888 കാണിക്കണം. 2+4 56 അല്ല കാണിക്കേണ്ടത്, 24 8 റോമിയോയുടെ ഡാഡിയുടെ ബർത്ത്ഡേ അല്ല കാണിക്കേണ്ടത്, 24 888 തന്നെ വരുന്നുണ്ട്. മാർച്ച് 8 2000 എന്ന പോലെ. റോസി ബർത്ത്ഡേ ഡെത്ത് ഉള്ള പോലെ മാർച്ച് 8 2000 1+2 3 സമയം 83. അപ്പോൾ ആ രീതിയിൽ കാണുമ്പോൾ തന്നെ അറിയാം 888 മാഞ്ഞു പോകാണ്ട് നിൽക്കുന്നുണ്ട്. ആ 788 7+8 15 + 8 23 എന്ന പോലെ ആ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് 95 96 മൂത്തരാനെയും തമ്മിൽ വ്യത്യാസം 1965 കുടവാമയുടെ CRPF ബർത്ത് ഇയർ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകണം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ ഈ സമയത്ത് നോക്കണേ 32 ആയപ്പോഴാണ് നോക്കിയത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കണം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഒരു ട്രീറ്റ് സൈൻ ചെയ്യാണ്. മധ്യസ്ഥരും അവരൊന്നും ആരാധിക്കാം. ജീവനില്ല, ഒരു മധ്യസ്ഥനുള്ളൂ. ജീവനില്ലാതെ തന്നെ ജപമാലയും ജൽപ്പനും അരോചകമാണ്.